ഇവിടെ ഒരു പക്ഷെ വാഹനത്തിൽ സാധനം സെയിൽസ് നടത്തിയതായിരിക്കാം. പക്ഷെ പ്രവാസം അവസാനിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ 6 മാസം നമ്മൾ പറഞ്ഞില്ലേ, 6 മാസം കഴിഞ്ഞാൽ തന്നെ നമ്മൾ 6 മാസം നാട്ടിലേക്ക് പോയി നമ്മളെ അവസ്ഥ നമുക്കറിയില്ലേ. ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ കോട്ടപ്പൂച്ച. ഒരു മനുഷ്യരുടെ കടം ചോദിച്ചാൽ പോലും നമുക്ക് കിട്ടൂല. സ്വന്തം മരുന്ന് കുടിക്കാനും മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത സാഹചര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. പല ആളുകൾക്കും അത്ഭുതപ്പെടുകയാണ്. പല ആളുകൾ നമ്മൾ സമീപിക്കുമ്പോൾ പല ആളുകളും നമ്മൾ വിചാരിച്ചു അയാൾ ഇവിടെ ഹോട്ടൽ നടത്തിയില്ലല്ലോ, ഇവിടെ കഫ്തീരി നടത്തിയില്ലല്ലോ, പകാല നടത്തിയില്ലല്ലോ. നമ്മൾ കൺമുമ്പിൽ കാണുകയാണ് നമ്മളെ ആളുകള്, ഈ പ്രവാസ ലോകത്ത് നമ്മോടൊപ്പം ജീവിച്ച ആളുകള് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് കരയാണ്. കരഞ്ഞിട്ട് പറയണം, കുഞ്ഞുമോനെ മരുന്ന് വാങ്ങാൻ കാശില്ല, മരുന്ന് വാങ്ങാൻ കാശില്ല. അല്ലെങ്കിൽ വീട്ടിൽ പുറത്തിരിക്കുമ്പോൾ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ രോഗിക്കാരോ പരിചയക്കാരോ ആരെങ്കിലും വരുന്ന സമയത്ത് അവരോട് പോയി കണ്ട് ചായ വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. ആളുകളിൽ ഞാൻ ഗൾഫുകാരനാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ആ 2000 രൂപ പെൻഷൻ പദ്ധതിയിൽ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് ഉൾപ്പെടുത്തണ്ടോ? ഇപ്പൊ 160 റിയാൽ നമ്മൾ ചോദിക്കുമ്പോ 100 റിയാല് നാഷണൽ കമ്മിറ്റിന്റെ പദ്ധതിയിലേക്കും 60 റിയാല് മക്ക കമ്മിറ്റിയുടെ പദ്ധതിയിലേക്കും ചോദിക്കുമ്പോൾ വർഷത്തിൽ 160 റിയാലാണ് കൊടുക്കേണ്ടത്. 160 റിയാല് അതിനൊന്നും നിൽക്കുന്ന ആവശ്യമില്ല. എനിക്കിപ്പോ പ്രശ്നം നിൽക്കാനികൾ കിട്ടിയിട്ട് വേണ്ടാതെ പറഞ്ഞു. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു നാളെ നമ്മളെ തിരിച്ച് നമ്മൾ നമ്മളെ കാലിനടിയിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. അതിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോണ്ട് ഞങ്ങൾ KMCCക്കും ഫണ്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ പോലുള്ള പലർക്കും ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ